ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ ടിഫിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. രാവിലെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മുടെ പയർ മുളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. അത് നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഈ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് മുളപ്പിച്ച് കഴിഞ്ഞ് നല്ലതുപോലെ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് ഇട്ടത്. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ ഇട്ടപ്പോൾ അത് മോന് കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് പറയുന്ന ടിഫിൻ അത് എനിക്ക് വേണ്ടാന്നും പറഞ്ഞതാണ്. പക്ഷേ നിർബന്ധിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. കഴിക്കുമെന്നറിയില്ല. ചപ്പാത്തിയും മെഴുക്ക് പുരട്ടിയായിരുന്നു. പിന്നെ ബാക്കിയുള്ള പയർ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ആവിയിലാണ് പുഴുങ്ങിയെടുത്തത്. കുറച്ച് മതി നമുക്ക്. ഒരു 11 മണി സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സായി ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ശരിക്കും വിശപ്പ് തോന്നുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കഴിക്കണം. പയർ പുഴുങ്ങിയതോ കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡോ ഫ്രൂട്ട് സലാഡോ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസത്തെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണിത് കേട്ടോ. അപ്പം പയർ വെള്ളത്തിയിട്ട് മുളപ്പിച്ചെടുത്ത് ഇങ്ങനെ ചെയ്യുകയാണ്. നല്ല ഹെൽത്തിയാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ത്രീകളെക്കുറിച്ചാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് അവളൊരമ്മയാകുമ്പോഴാണ്. പക്ഷേ അമ്മയാകുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അതിന് ശേഷം പിന്നെ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വേറെ ഒരു ലെവൽ തന്നെയാണെന്ന് പറയാം. ഒരു കുട്ടിയുടെ വളർച്ച, ഒരു കുഞ്ഞിൻ്റെ ജനനം തൊട്ട് ആ അമ്മ പിന്നെ ഏത് രീതിയിലാണ് മാറുന്നതെന്ന് പിന്നെ നമുക്ക് ഓരോ അമ്മമാർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ആദ്യത്തെ കുറേ മാസങ്ങൾ നമുക്ക് തോന്നും കുഞ്ഞ് ഇച്ചിരി കൂടെ ഒന്ന് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം ശരിയാകും. രാത്രിയിൽ ഉണർന്ന് കരയുന്നതല്ലേ കുഞ്ഞുങ്ങൾ പാലിന് വേണ്ടി. അപ്പോൾ ആദ്യം കുറച്ച് മാസം അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടേതുപോലെ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം വിചാരിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് മാറും, പിന്നെ അത് നേരെ ആയിക്കോളുമെന്ന്. ആ ഒരു സമയത്ത് തുടങ്ങുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എല്ലാം സഹിക്കും, ക്ഷമിക്കും, എല്ലാം നമുക്ക് നമ്മുടെ മക്കൾമാർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അന്ന് തുടങ്ങുന്നതാണ് ഒരമ്മയുടെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചിന്തിക്കുന്നത് ഒന്ന് എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് വിചാരിക്കും ഇവനൊന്ന് നടക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് നടക്കണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരും. പിന്നെ നടന്നു തുടങ്ങുമ്പോൾ അവിടെ പുറകെ ഓടി നമ്മൾ കഴിയും. അപ്പം നമ്മൾ ചിന്തിക്കും ഇവനൊന്ന് സ്കൂളിലൊന്ന് പോയി തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാമായിരുന്നു, പകലൊക്കെ കിടന്നൊന്ന് ഉറങ്ങാമായിരുന്നു, അങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ ഒരു ലെവൽ കഴിയുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ സ്കൂളിലെ പ്രശ്നങ്ങൾ വേറെ. പിന്നെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴത്തെ എല്ലാ സ്കൂളും രാവിലത്തെ ടൈമിംഗ് ആയിരിക്കും. 7 മണിക്ക് തന്നെ വണ്ടി വരുന്നതായിരിക്കും എല്ലാ സ്കൂളും. അപ്പം ആ 7 മണിക്കുള്ളിൽ തന്നെ കുട്ടികളെ എണീൽപ്പിച്ച് അവരെ സ്കൂളിലേക്ക് റെഡിയാക്കണം. അവർക്ക് ടിഫിൻ ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാം വിടണം, അതൊക്കെ ചെയ്യണം. അപ്പം വിചാരിക്കുമോ ഇവൻ്റെ സ്കൂൾ ജീവിതം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കും. സ്കൂളിൽ പോകുന്ന ആ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടാണ് പല അമ്മമാർക്കും ഉള്ള ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കും സ്കൂൾ ലൈഫ് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. പിന്നെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കഴിയുമ്പം കോളേജ് ലെവലാകുമ്പോൾ പിന്നെ മക്കളെ നമ്മളുടെ കയ്യിൽ കിട്ടാത്ത വിധം അവർ മാറിയിരിക്കും. അവർ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, അവർ നമ്മൾ പറയുന്നത് അനുസരിക്കത്തില്ല, പിന്നെ വേറെ ലെവലാകും. പിന്നെ ഏത് ലെവലിലാണ് പോകുന്നതെന്നുള്ള ഒരു ടെൻഷനായിരിക്കും എല്ലാ അമ്മമാർക്കും. അത് ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. കോളേജ് ലെവലിലാകുമ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണെന്നുള്ള ടെൻഷൻ വരും. ഗേൾ ഫ്രണ്ട് ഉണ്ടോ, അവരുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, ബോയ് ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരിക്കും, നല്ല കൂട്ടുകാരാണോ, അതുപോലെ വല്ല കള്ളോ കഞ്ചാവോ ഡ്രഗ്സൊക്കെ അടിക്കുന്ന കൂട്ടുകാരാണോ, അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളല്ലേ കാണുന്നത്. അത് കാരണം ആ രീതിയിലുള്ള ടെൻഷനാവും. പിന്നെ പഠിത്തവും ജോലിയൊക്കെ ആകാൻ അതൊരു ടെൻഷൻ. പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അവർക്ക് ജോലിയായോ, ജോലി കിട്ടുന്നില്ലല്ലോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ. അത് കഴിഞ്ഞ് ജോലി ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ വിവാഹം എങ്ങനെയായിരിക്കും, അവർക്ക് നല്ല പങ്കാളികളായിരിക്കുമോ കിട്ടുന്നത്, അത് കണ്ടെത്താനും അതിനൊക്കെയുള്ള വേറൊരു ടെൻഷൻ. അപ്പം വിചാരിക്കുമോ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി പിന്നെ നമ്മളുടെ കാര്യം നോക്കി നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന്.
എവിടെ അവിടെയും കൊണ്ടും തീരുന്നില്ല. പിന്നെയും അടുത്ത ടെൻഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പല രീതിയിലുള്ള ടെൻഷനായിരിക്കും പിന്നെ വരാൻ പോകുന്നത്. അവർ തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും, അവർ സന്തോഷത്തോടാണോ ജീവിക്കുന്നത്? അങ്ങനെ നമ്മളുടെ ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടേയിരിക്കും ടെൻഷനിലൂടെ.